ഇടുക്കി മൂന്നാറിൽ രണ്ടിടങ്ങളിൽ മോഷണം. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും ഇക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നപ്പോൾ വഴിയോര വിൽപ്പനശാലയിൽ നിന്ന് പണവും കടയിലുണ്ടായിരുന്ന ചില സാധന സാമഗ്രികളും മോഷണം പോയി. ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും മോഷണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടിടങ്ങളിലാണ് മൂന്നാറിൽ മോഷണം നടന്നിട്ടുള്ളത്. അരുവിക്കാട് എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടാവ് കവർന്നു. ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന പണവും മോഷ്ടാവ് കൈക്കലാക്കി. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പഴയ നാണയങ്ങളുടെ ശേഖരവും കള്ളൻ കവർന്നു. പണമടക്കം 4 ലക്ഷത്തോളം രൂപയുടെ മോഷണം ക്ഷേത്രത്തിൽ നടന്നതായാണ് ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്ന വിവരം. கதவெல்லாம் உடைச்சி குண்டியில் உடைச்சி அதுக்குள்ளே இருந்த ஒரு தங்க செயின், ஒரு தங்க பொட்டு, ஒரு அம்மாக்குள்ள தாலி, ஒரு 4 தாலி, பிறகு நாங்கள் கொஞ்சம் பைசா எவ்வளோ வச்சுருந்தோம். பழைய காலத்து நாணயங்கள்லாம் 1 ரூபா காசு, 50 பைசா, இப்படி நிறைய காசு உள்ளே கெட்டி வச்சுருந்தோம். அது பூட்டை உடைச்சி எல்லாத்தையுமே എടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ദേവികുളം പോലീസിൽ പരാതി നൽകി. മൂന്നാർ എക്കോ പോയിന്റിലാണ് മറ്റൊരു മോഷണം നടന്നിട്ടുള്ളത്. പ്രദേശത്തെ ഒരു വഴിയോര വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷ്ടാവ് കയറിയത്. വഴിയോര കച്ചവടക്കാരനായ ശേഖരന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയിലുണ്ടായിരുന്ന പണവും മറ്റു ചില സാധന സാമഗ്രികളും കള്ളൻ അപഹരിച്ചു. 8:30 வரும்போது இங்கே கதவு பூட்டு உடைச்சிருக்கு. உள்ள பூட்டையும் உடைச்சி உள்ள சாதனங்களை வெளியே எடுத்து போட்டு அந்த டப்பால போட்டு வச்ச காயின்ஸ் எல்லாம் மொத்தம் ஒரு 1000 ரூபா வரும் காயின்ஸ் அது எடுத்துட்டாங்க. ஒரு புதிய லெவல் ലെറ്റർ ചിന്നത് വേറെ ഒരു ലെവൽ ലെറ്ററിങ് കാണാം. നാളുകൾക്ക് മുമ്പ് തോട്ടം മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വഴിയോര വിൽപ്പനശാലകളിലും കള്ളൻ കയറുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു. പോലീസ് ജാഗ്രത കടുപ്പിച്ചതോടെ മോഷണ സംഭവങ്ങൾ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.